നമസ്കാരം. നമ്മൾ ഇന്ന് 2025 ജൂലൈയിലെ KTCയുടെ ഹയർ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. KTC ഹയർ, നേരത്തെ ഹയർ എന്നൊന്ന് പറഞ്ഞ് മാറിപ്പോയിരുന്നു. ഇപ്പൊ ഈ പേപ്പർ നമ്മൾ നോക്കുമ്പോഴേ നമ്മൾ ലോവർ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഹയർ ആണിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലോവർ നല്ല ബുദ്ധിമുട്ടും മനസ്സിലാക്കിയെടുക്കാൻ വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യനും, എന്നാൽ ഹയർ, ഇത് ഹയർ പേപ്പർ നിങ്ങൾ കേട്ട് നോക്ക്, ഹയർ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസും ആണെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഹയർ ആണോ ലോവർ ആണോ ടഫ് ആകുക ഈസി ആകുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഈ കേസിൽ ഹയർ വളരെ സിമ്പിൾ പേപ്പറാണ്, ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഈ ഡിസ്കഷൻ നിങ്ങൾ കേട്ട് നോക്കാൻ നേരം മനസ്സിലാവും. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: മെസ്സഞ്ചർമാർ വഴി ട്രഷറികളിലേക്ക് അയക്കുന്ന ബില്ലുകൾ ആരാണ് അംഗീകരിക്കേണ്ടത്? ദ ബിൽ സെൻഡ് ടു ട്രഷറീസ് ത്രൂ മെസ്സഞ്ചേഴ്സ് ഷുഡ് ബി എൻഡോസ്ഡ് ബൈ ഓ. അതായത് ഒരു ബില്ല് ട്രഷറിയിലേക്ക് കൊടുത്തുവിട്ടു. ആ ട്രഷറിയിലേക്ക് കൊടുത്തു വിടുമ്പോൾ അത് അംഗീകരിക്കണം. അത് ഒരാളുടെ പേരിൽ പിന്നെ ബില്ല് ഓതറൈസ് ചെയ്യും വേണം, എൻഡോഴ്സ് ചെയ്യും വേണം. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, മറിച്ച് ഡ്രോയിങ് ഓഫീസർ ആരാണോ അയാൾക്കായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം. ഗസറ്റഡ് ഓഫീസറും അല്ല കേട്ടോ. ഈ ഡ്രോയിങ് ഓഫീസർ ചിലപ്പം ഗസറ്റഡ് ആവും, ഗസറ്റഡ് അല്ലാതിരിക്കാം. എന്ത് തന്നെ ആയാലും ബില്ല് കൊടുത്തു വിടുമ്പോൾ മെസ്സഞ്ചർ അല്ലെ OA-മാരുടെ ഒക്കെ എടുത്ത് കൊടുത്തു വിടുമ്പോൾ, ബില്ല് കൊടുത്തു വിടുമ്പോൾ അതിൻ്റെ ഒരു അംഗീകരിക്കേണ്ട ആളെന്ന് പറയുന്നത് ഡ്രോയിങ് ഓഫീസറാണ്. ഓക്കെ. അടുത്ത രണ്ടാമത്തത് ഫോമാണ്, വിട്ടു. മൂന്നാമത്തത് അപ്പൻഡിക്സ് ആണ്, അതും വിട്ടു. നാലാമത്തത്: അവസാനത്തെ ശമ്പളവും അലവൻസുകളും ക്ലെയിം ചെയ്യുന്ന ബിൽ താഴെ പറയുന്നവയിൽ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഇത് വളരെ നേരത്തെയുള്ള ഒരു നിയമമാണ്. നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജീവനക്കാരൻ വിരമിക്കുകയാണ്. വിരമിക്കുമ്പോൾ അയാളുടെ അവസാന മാസത്തെ ശമ്പളം അത് ആർക്ക് സമർപ്പിക്കണമെന്നാണ്. ആ ക്ലെയിം ചെയ്യുന്ന ശമ്പളം, ക്ലെയിം ചെയ്യുന്ന ബില്ല് സമർപ്പിക്കേണ്ടത് ആ വകുപ്പിൻ്റെ മേധാവിക്കാണ്. ഓർത്തിരിക്കണേ, ആ വകുപ്പ് മേധാവിക്കാണ് ലാസ്റ്റ് സാലറി ബില്ല് സമർപ്പിക്കേണ്ടത്. അയാൾ അതെല്ലാം കൂടി വെരിഫൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതി അയാൾ നേരിട്ട് ട്രഷറിക്ക് സമർപ്പിക്കും. അതാണ് ഒരു നടപടിക്രമം. ഓക്കെ. അടുത്ത ചോദ്യം: ഒരു ക്യാഷ് ഓർഡർ ഇഷ്യൂ ചെയ്ത തീയതിക്ക് ശേഷം എത്ര മാസത്തിനുള്ളിൽ പണമാക്കിയില്ലെങ്കിൽ അത് ലാപ്സായി പോവുക? ക്യാഷ് ഓർഡർ 3 മാസം കൊണ്ട് ക്യാഷ് ആക്കിയില്ലെങ്കിൽ അത് ലാപ്സാവും, അല്ലേ? 3 മാസമാണ് ഒരു ക്യാഷ് ഓർഡറിൻ്റെ കാലാവധി. ഓക്കെ. അടുത്ത ചോദ്യം ഫോമാണ്. അടുത്തത്: താഴെ പറയുന്നവയിൽ ഏതിൽ നിന്നാണ് പുതിയ ട്രഷറി ബിൽ ബുക്ക് ഉപയോഗത്തിൽ വരുത്തേണ്ടത്? ഒരു സ്ഥാപനത്തിന് ഓരോ സാമ്പത്തിക വർഷവും പുതിയ ട്രഷറി ബിൽ ബുക്ക് അനുവദിക്കും. ഓരോ പുതിയ സാമ്പത്തിക വർഷം, അതായത് April 1 ശേഷമാണ് പുതിയ ബിൽ ബുക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ താഴെ പറയുന്നതിൽ ഏതിൽ നിന്നാണ് പുതിയ ട്രഷറി ബിൽ ബുക്ക് ഉപയോഗത്തിൽ വരുത്തേണ്ടതെന്ന ചോദ്യം. അത് സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിലാണ് ഉപയോഗത്തിൽ വരുത്തേണ്ടത്, അഥവാ ഏപ്രിൽ മാസത്തിൽ. അടുത്ത ചോദ്യം: ബിൽ ബുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അന്വേഷണം നടത്തി അതിന്റെ നഷ്ടത്തിന് ആരാണ് ഉത്തരവാദി എന്ന് നിശ്ചയിക്കേണ്ടത്? ആരാണ്? അത് ഡ്രോയിങ് ഓഫീസറാണ്. ഈ ഡ്രോയിങ് ഓഫീസറുടെ ആണ്, ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ബിൽ ബുക്ക്. അപ്പോൾ ബില്ലുകൾ സമർപ്പിക്കുമ്പോൾ ബിൽ ബുക്ക് കൂടി എഴുതിയിട്ട് ബിൽ ബുക്കിൽ ചേർത്തിട്ടാണ് ഓരോ ബില്ലും സമർപ്പിക്കേണ്ടത്. അങ്ങനെ ബിൽ ബുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതും നഷ്ടത്തിന് ഉത്തരവാദിയൊക്കെ കണ്ടുപിടിക്കേണ്ടതും ഒക്കെ ആരാണ് ജോലിയാണ്? ഡ്രോയിങ് ഓഫീസറുടെ, DDOയുടെ ജോലിയാണ്. അടുത്ത ഫോമാണ്. വീണ്ടും ട്രഷറി പുറപ്പെടുവിക്കുന്ന പേയ്മെന്റ് ഓർഡറുകൾ കളക്ടർ നിശ്ചയിക്കുന്ന ഡാഷിൽ കവിയാത്ത കാലയളവിലേക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കളക്ടർ ഒരു വാലിഡിറ്റി പീരീഡ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ വർക്ക് ചെയ്യുന്ന വെള്ളപ്പൊക്കമോ പിന്നെ മഹാമാരികൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവവികാസങ്ങൾ വരുമ്പോൾ നമ്മൾ പേയ്മെന്റ് ഓർഡറുകൾ 10 ദിവസത്തേക്ക് മാത്രമേ വാലിഡിറ്റി കൊടുക്കുള്ളൂ. 10 ദിവസം ഓർമ്മിച്ച് വെക്കണേ. അത് കളക്ടറാണ് 10 ദിവസത്തെ വാലിഡിറ്റി പീരീഡ് ഇടുക. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, ഇത് നമ്മൾ 1 മാസത്തെ വാലിഡിറ്റി ഇട്ടാൽ ഈ അർജന്റായി കിട്ടേണ്ട തുക അത് ഉപഭോക്താവിന് കിട്ടൂല. ഇത് വിഡ്രോ ചെയ്യേണ്ട ആൾ വെച്ചോണ്ടിരിക്കും.
10, 25, 28 ദിവസം കഴിഞ്ഞ് അത് വിഡ്രോ ചെയ്യുള്ളൂ. എന്നാൽ 10 ദിവസത്തെ വാലിഡിറ്റി വെച്ചിട്ട് ഒരു പിന്നെ പേയ്മെന്റ് ഓർഡർ പുറപ്പെടുവിച്ചാൽ 10 ദിവസത്തിനുള്ളിൽ പണമാക്കി കഴിഞ്ഞാൽ അത് അർഹതപ്പെട്ടവർക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം: ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് അക്കൗണ്ടന്റ് ജനറലിൽ നിന്ന് എത്ര മാസം വരെ ശമ്പള സ്ലിപ്പ് ഇല്ലാതെ താൽക്കാലികമായി ശമ്പളവും അലവൻസും സ്വീകരിക്കാൻ അധികാരമുണ്ട്? മനസ്സിലായല്ലോ. ഒരിക്കൽ കൂടി അത് വിശദീകരിക്കാം. നമ്മളൊരു പിന്നെ ഹൈസ്കൂൾ അധ്യാപകൻ ഹൈസ്കൂൾ ഹെഡ്മാഷായിട്ട് പ്രൊമോഷൻ കിട്ടി ദൂരെ പോയി. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു അധ്യാപകൻ ഹെഡ്മാഷായി ഇടുക്കിയിൽ പോയി. ഇടുക്കിയിൽ ചെന്നാൽ അയാൾ ഗസറ്റഡ് ഗസറ്റഡുകാർക്ക് ശമ്പളവും അലവൻസും കൊടുക്കാനുള്ള പേ സ്ലിപ്പ് കൊടുക്കേണ്ടത് അക്കൗണ്ടന്റ് ജനറലാണ്. പക്ഷേ അക്കൗണ്ടന്റ് ജനറൽ വളരെ പെട്ടെന്ന് നമ്മൾ ഈ റെക്കോർഡ്സ് പിന്നെ ലാസ്റ്റ് LPC ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അക്കൗണ്ടന്റ് ജനറൽ എത്തിച്ചു കൊടുത്ത് പേ സ്ലിപ്പ് കിട്ടുമ്പോഴേക്ക് കുറേ പിടിക്കും, താമസം വരും. അപ്പോൾ ഇയാൾക്ക് ജീവിക്കണമല്ലോ. അതിനു വേണ്ടി 3 മാസം വരെ പേ സ്ലിപ്പ് ഇല്ലാതെ നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളം പുതിയ ട്രഷറിയിൽ നിന്ന് വാങ്ങാം, LPC വെച്ചിട്ട്. എത്ര കാലത്തേക്ക് വാങ്ങാം? 3 മാസം വരെ വാങ്ങാം. അത് കഴിഞ്ഞാൽ പേ സ്ലിപ്പ് ഇല്ലാതെ തരില്ല. ഓക്കെ, അടുത്ത ഫോമാണ്. അടുത്ത ചോദ്യം: ഒരു ഗസറ്റഡ് സർക്കാർ ജീവനക്കാരന്റെ ശമ്പളമാറ്റം, അവധി ശമ്പളം അല്ലെങ്കിൽ സ്ഥിര അലവൻസുകൾ അനുവദിക്കാൻ ആർക്കാണ് അധികാരം? ഗസറ്റഡ് ജീവനക്കാരന്റെ ശമ്പളമാറ്റമൊക്കെയാണ്. അത് പേ സ്ലിപ്പാണ്. ആരുടെ? അക്കൗണ്ടന്റ് ജനറലിന്റെ പേ സ്ലിപ്പ് വഴിക്കാണ് ആ മാറ്റങ്ങൾ വരുന്നത്. അക്കൗണ്ടന്റ് ജനറലിനാണ് ആ അധികാരം ഉള്ളത്. അടുത്തത് ഫോമാണ്. ഇനി അടുത്ത ചോദ്യം: ഫോം 9A ഇൻക്രിമെന്റ് രജിസ്റ്റർ സൂക്ഷിക്കാൻ ഉത്തരവാദി ആരാ? ഇൻക്രിമെന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ശമ്പളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓഫീസിൽ ഇൻക്രിമെന്റ് രജിസ്റ്റർ സൂക്ഷിക്കുന്നത് ആ സ്ഥാപനത്തിലെ ഡ്രോയിങ് ഓഫീസർ ആരാണോ അയാളായിരിക്കും ഇൻക്രിമെന്റ് രജിസ്റ്റർ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇൻക്രിമെന്റ് രജിസ്റ്ററിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് ഡ്രോയിങ് ഓഫീസറാണ്. അടുത്ത ചോദ്യം: സ്വകാര്യ വ്യക്തികളുടെ സേവനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന പോലീസ് ഗാർഡുകളുടെ ചെലവ് താഴെ പറയുന്ന ഏത് രീതിയിലാണ് ഈടാക്കുക? ചോദ്യങ്ങൾ സിമ്പിൾ അല്ലേ കേൾക്കുമ്പോൾ? അതായത് നമ്മൾ ഈ പ്രൈവറ്റ് പാർട്ടികൾക്ക്, സ്വകാര്യ വ്യക്തികൾക്ക് പോലീസ് ഗാർഡ് അനുവദിക്കാം. അത് അനുവദിക്കണമെങ്കിൽ, സാധാരണഗതിയിൽ അനുവദിക്കണമെങ്കിൽ അതിന് ഈ പോലീസ് ഗാർഡിന് വേണ്ട ചെലവ് ആ സ്വകാര്യ വ്യക്തി സർക്കാരിലേക്ക് അടയ്ക്കണം. ആ ചെലവ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ അടയ്ക്കുന്നു, ഏത് രീതിയിൽ അടയ്ക്കുന്നു? 1 മാസത്തെ മുൻകൂറായിട്ട്. ഇപ്പോൾ ജൂലൈ മാസത്തിൽ ആ എസ്കോർട്ട് വേണ്ടെങ്കിൽ ജൂലൈ 1-ന് മുന്നേ അയാൾ മുൻകൂറായിട്ട് ജൂലൈ മാസത്തെ ഈ ചെലവ് പണം അടയ്ക്കണം. എന്നാൽ മാത്രമേ എസ്കോർട്ട് കിട്ടുള്ളൂ. അടുത്ത ഫോമാണ്. വീണ്ടും അടുത്ത ചോദ്യം: ഒരു ഓഫീസിന് ആവശ്യമായ സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ താഴെ പറയുന്നവയിൽ ഏതിൽ നിന്ന്? സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ വാങ്ങേണ്ടത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ കേട്ടോ. ഒരു ഓഫീസിന് ആവശ്യമായ സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ താഴെ പറയുന്ന ഏതിൽ നിന്നാണ് വാങ്ങേണ്ടത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. അടുത്ത ചോദ്യം: എല്ലാ മാസവും ഏത് ദിവസമാണ് അനുവദിച്ച ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് അധ്യാപകർക്ക് ആ മാസത്തെ ശമ്പളത്തിനായി ഹെഡ്മാസ്റ്റർ 3 പകർപ്പുകളായിട്ട് ഒരു ബില്ല് തയ്യാറാക്കേണ്ടത് ഏത് ദിവസമാണ്? കഴിഞ്ഞ മാസത്തെ ബില്ലുകൾ സമർപ്പിക്കാൻ വേണ്ടി ട്രിപ്ലിക്കേറ്റിൽ തയ്യാറാക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതൊന്നും ഇല്ല, ശരിക്കും ട്രിപ്ലിക്കേറ്റിലൊന്നും തയ്യാറാക്കുന്നില്ല. ചില എയ്ഡഡ് സ്കൂളുകളിലൊക്കെ അത്തരം വരുന്നുണ്ട്. അപ്പോൾ അത് ട്രിപ്ലിക്കേറ്റ് ആയിക്കോട്ടെ, ട്രിപ്ലിക്കേറ്റിൽ തന്നെ. ഏത് ദിവസം തയ്യാറാക്കണമെന്നാണ് പറഞ്ഞത്? എല്ലാ മാസവും 20-ാം തീയതിയാണ് തയ്യാറാക്കേണ്ടത്. ഒരു ട്രിപ്ലിക്കേറ്റ് കോപ്പി 3 കോപ്പിയിൽ ബില്ലുകൾ, ഓരോ മാസത്തെയും ശമ്പള ബില്ലുകൾ തയ്യാറാക്കണം. 3 കോപ്പിയാണ് തയ്യാറാക്കേണ്ടത്. ഏത് ദിവസം തയ്യാറാക്കണം? എല്ലാ മാസവും 20-ാം തീയതി തയ്യാറാക്കണം. അടുത്ത ചോദ്യം: അവരുടെ പര്യടനങ്ങളിൽ ആവശ്യമുള്ളപ്പോൾ ഭൂമിയുടെ ഡാഷ് വരുമാനത്തിന്റെ റീഫണ്ട് ആരാണ് നൽകേണ്ടത്? അതായത് ഹൂ ഈസ് റിക്വയർഡ് ടു മേക്ക് റീഫണ്ട്സ് ഓഫ് ലാൻഡ് റവന്യൂ വെൻ നെസറി ഡ്യൂറിങ് ദർ ടൂർ. അതായത് ഇതിലെ റവന്യൂ വകുപ്പിലെ ചട്ടങ്ങൾ പ്രകാരം
ഔദ്യോഗിക പര്യടനങ്ങളിൽ ടൂറിലായിരിക്കുമ്പോൾ ഭൂനികുതിയുമായി ബന്ധപ്പെട്ട തുകയോ വരുമാനമോ തിരികെ നൽകേണ്ടി വന്നാൽ ആ ചുമതല നിർവഹിക്കുന്നത് റവന്യൂ ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ടൂർ സമയത്ത് നികുതി പിരിവുമായി ബന്ധപ്പെട്ടും റവന്യൂ റിക്കവറുമായി ബന്ധപ്പെട്ടും താഴെത്തട്ടിലുള്ള പരിശോധനകളും നടപടികളും നടത്തുമ്പോൾ ഇത്തരം റീഫണ്ടുകൾ നൽകാനുള്ള അധികാരം ഏത് റവന്യൂ ഇൻസ്പെക്ടർക്കാണ് ഉള്ളത്. അതായത് എന്താ ഈ റീഫണ്ട് എങ്ങനെയാ വരുന്നത്? ഒരു വില്ലേജിൽ നമുക്കൊരു 500 രൂപ നികുതി അടയ്ക്കാനുണ്ടായിരുന്നു. ഏത് പിന്നെ ലാൻഡ് റവന്യൂ, സ്ഥലത്തിന്റെ നികുതി നമ്മൾ അടച്ചപ്പോൾ അത് 2 തവണ അടച്ചുപോയി, 1000 രൂപയാണ്. അപ്പം നമുക്ക് 500 രൂപ അധികം അടച്ചിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ടിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാം. അപേക്ഷ കൊടുത്താൽ അത് തരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ കൊടുക്കുക. വില്ലേജ് ഓഫീസർ അത് അന്വേഷിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ടാക്കിയിട്ട് തഹസിൽദാർക്ക് കൊടുക്കും. തഹസിൽദാർ ഓഫീസിലാണ് ആരുള്ളത്? റവന്യൂ ഇൻസ്പെക്ടർ ഉള്ളത്. റവന്യൂ ഇൻസ്പെക്ടറാണ് ഇത് തിരികെ തരാനുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള ട്രഷറി നിയമങ്ങൾ നിലവിൽ വന്നത് താഴെ പറയുന്ന ഏത് തീയതിയിലാണ്? 1963 ജൂലൈ 1 കേരള ട്രഷറി നിയമങ്ങൾ നിലവിൽ വന്നത്. അടുത്ത അപ്പൻഡിക്സ് ആണ്, കേട്ടു. അടുത്ത ചോദ്യം. ഏതെങ്കിലും കോടതിയിൽ നിന്ന് സ്വീകരിക്കുന്നതോ നിക്ഷേപിക്കുന്നതോ ആയ എല്ലാ പണവും ഏതെങ്കിലും കാരണം അക്കൗണ്ട് അല്ലെങ്കിൽ വ്യക്തികളുടെ പേരിൽ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അടയ്ക്കണം. ഏതിലേക്കാ താഴെ പറയുന്നവ? പബ്ലിക് അക്കൗണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, ഡെറ്റ് ഹെഡ് അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരം നമുക്കിവിടെ പബ്ലിക് അക്കൗണ്ടിലേക്ക് അടയ്ക്കണമെന്നാണ്. അപ്പോൾ സർക്കാർ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കേരള ട്രഷറി ചട്ടങ്ങളും അനുസരിച്ച് കോടതിയിൽ കെട്ടിവെക്കുന്നതോ കോടതിയിൽ കൈവശം വരുന്നതോ ആയ തുകകൾ സർക്കാരിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ഒന്നും അടയ്ക്കാൻ പാടില്ല. അത് പബ്ലിക് അക്കൗണ്ടിലേക്കാണ് ഉൾപ്പെടുത്തേണ്ടത്. മനസ്സിലായല്ലോ? അതായത് കോടതികളിൽ കെട്ടിവെക്കുന്നതോ കോടതിയുടെ കൈവശം വരുന്നതോ ആയ തുകകൾ, കോടതിയിൽ കെട്ടിവെക്കുന്നതോ കോടതിയുടെ കൈവശം വരുന്നതോ ആയ തുകകൾ, സിമ്പിൾ ഞാൻ പറയാണ്, പബ്ലിക് അക്കൗണ്ടിലേക്കാണ് അടയ്ക്കേണ്ടത്. ഇവിടെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കല്ല, കണ്ടിൻജൻസി ഫണ്ടിലേക്കല്ല, ഡെറ്റ് ഹെഡ് അക്കൗണ്ടിലേക്കും അല്ല. അടുത്ത ചോദ്യം. ചെലവ് അടച്ചതിന് ശേഷമുള്ള ഒരു ദിവസത്തെ ലോട്ടറി ടിക്കറ്റുകളുടെ മൊത്തം വിൽപ്പന വരുമാനം താഴെ പറയുന്ന ഏത് രീതിയിൽ ട്രഷറിയിൽ അടയ്ക്കണം? ലോട്ടറി ടിക്കറ്റ് വിൽപ്പന, ഒരു ലോട്ടറി ഓഫീസിലെ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു ദിവസത്തെ ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുകയിൽ നിന്ന് ട്രഷറിയിൽ അടയ്ക്കുന്നത് തൊട്ടടുത്ത ദിവസം എന്നാണ് ഉത്തരം. തുടർന്നുള്ള ദിവസം. അതേ ദിവസം അടയ്ക്കേണ്ട, അടുത്ത ആഴ്ച പോരാ, അടുത്ത മാസവും പോരാ. ഇതാണ് 4 ഓപ്ഷൻ. തുടർന്നുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ. അപ്പൊ ഇതിലുള്ള ആശയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുകയിൽ നിന്ന് അന്ന് ലോട്ടറിയുമായി ബന്ധപ്പെട്ട വന്ന ചെലവ്, അത് എന്ത് വരാം? ചിലപ്പോൾ സമ്മാനത്തുക നൽകിയ ചെറിയ തുകയ്ക്കുള്ള സമ്മാനത്തുക അപ്പൊ ലോട്ടറി ഓഫീസിൽ തന്നെ നൽകും. ആ തുക നൽകിയതിന് ശേഷമുള്ള ബാക്കി വരുമാനം അതേ ദിവസം തന്നെ ട്രഷറിയിൽ അടയ്ക്കണമെന്നില്ല. പകരം തുടർന്നുള്ള ദിവസം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അടച്ചാൽ മതി. ഇനിയിപ്പോൾ അതിന് ഉദാഹരണം പറയണോ? ഇപ്പോൾ ഒരു ദിവസം ലോട്ടറി വിൽപ്പനയുടെ 1,00,000 രൂപ ലഭിച്ചു എന്ന് വിചാരിക്കാം. അന്ന് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് വന്ന ചെലവ് 20,000 രൂപ. ബാക്കി വരുന്ന തുക അത് പിന്നെ ലോട്ടറി അടിച്ചതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ചെലവുകളാണ്. അപ്പോൾ 80,000 രൂപ ബാക്കിയുണ്ട്. അത് ഇപ്പം തിങ്കളാഴ്ച ലഭിച്ച തുകയാണെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച തന്നെ ട്രഷറിയിൽ അടയ്ക്കേണ്ട, പകരം എന്ത് വേണം? തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച ട്രഷറിയിൽ അടയ്ക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് അക്കൗണ്ടന്റ് ജനറലിന്റെ അധികാരത്തിൽ വരാത്തത്? സർക്കാരിൽ നിന്ന് ഡ്രോയിങ് ഓഫീസർക്ക് നൽകേണ്ട തുകകൾ അടയ്ക്കുന്നതിന് അത് വരും. വായ്പകളുടെയും അഡ്വാൻസുകളുടെയും ഒരു അക്കൗണ്ടിലേക്ക് തുക അടയ്ക്കുന്നത് അത് വരും.
ടു പേ സംസ് ഡ്യൂ ഫ്രം ഗവൺമെന്റ് ടു ഡ്രോയിങ് ഓഫീസർ. ഇവിടെ മൂന്നാമത്തെ, ജില്ലാ ട്രഷറി ഓഫീസർമാരുടെ TA ബില്ലിൽ കൗണ്ടർ സൈൻ ഇടേണ്ട ഉത്തരവാദിത്തം അക്കൗണ്ടന്റ് ജനറലിന്റെ അധികാരത്തിൽ വരാത്തതാണ്. ജില്ലാ ട്രഷറി ഓഫീസർമാരുടെ TA ബില്ലിൽ കൗണ്ടർ സൈൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം AGക്ക് ഇല്ല. അതാണ് ഇവിടെ AGയുടെ അക്കൗണ്ടന്റ് ജനറലിന്റെ അധികാരത്തിൽ വരാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്ത ചോദ്യം, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 താഴെ പറയുന്നവയിൽ എന്തിനെക്കുറിച്ചാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്? എന്ത് കൈറ്റമാണ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 കൈകാര്യം ചെയ്യുന്നതാണ് ചോദ്യം. അതിന് ആൻസർ കേരള സർക്കാർ അക്കൗണ്ടുകളുടെ പൊതു തത്വങ്ങളും രീതികളുമാണ്. ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കേരള ഗവൺമെന്റ് അക്കൗണ്ട്സ് ആണ് കേരള അക്കൗണ്ട് വോളിയം 2 കൈകാര്യം ചെയ്യുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കേരള ഗവൺമെന്റ് അക്കൗണ്ട്സ്, കേരള സർക്കാർ അക്കൗണ്ടുകളുടെ പൊതു തത്വങ്ങളും രീതികളുമാണ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 പ്രതിപാദിക്കുന്നത്. ഒരു ബാങ്ക് ട്രഷറിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകളുടെ മൊത്തം ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് ഏത് ഹെഡിലേക്കാണ് വെക്കുക? ദ നെറ്റ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് എ ബാങ്ക് ട്രഷറി വിൽ ബി ടേക്കൺ ഇൻ ടു ദ ഹെഡ്. ഏത് ഹെഡിലാണ് അത് വെക്കുക? ഒരു ബാങ്ക് ട്രഷറിയുടെ കേന്ദ്ര സർക്കാരുകളുടെ ഇടപാടുകളുടെ മൊത്തം ക്രെഡിറ്റോ ഡെബിറ്റോ ഏത് ഹെഡിലെടുക്കും? അത് സ്ഥിരം ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഹെഡാണ്? റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് സെൻട്രൽ. റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് സെൻട്രൽ കേന്ദ്ര സർക്കാരിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപാടുകളുടെ മൊത്തം ക്രെഡിറ്റോ ഡെബിറ്റോ ഏത് ഹെഡിലാണെന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് സെൻട്രൽ എന്ന ഹെഡിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അടുത്ത ഫോമാണ്. അടുത്ത ചോദ്യം, സർക്കാർ നിയമങ്ങൾ പ്രകാരം കാലഹരണപ്പെട്ട നിക്ഷേപത്തിന്റെ തുക ട്രഷറി അക്കൗണ്ടുകളിൽ എങ്ങനെ കാണിക്കണം? വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പിന്നെ ലോവറിൽ ചോദിച്ച ചോദ്യമാണ് വീണ്ടും വന്നിരിക്കുന്നു. എമൗണ്ട് ഓഫ് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ്. ലാപ്സ് ഡിപ്പോസിറ്റ് തുക ട്രഷറി അക്കൗണ്ടിൽ തിരികെ കൊടുക്കാണ്. ദി എമൗണ്ട് ഓഫ് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് റീഫണ്ടഡ്. അതായത് സർക്കാർ നിയമങ്ങൾ പ്രകാരം ലാപ്സായ നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നത് അക്കൗണ്ടുകളിൽ കാണിക്കേണ്ടത് എങ്ങനെയാണ്? ലാപ്സായ നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നത് അക്കൗണ്ടുകളിൽ കാണിക്കേണ്ടത് മിസലേനിയസ് റീഫണ്ട് ആയിട്ടാണ്. എന്താണ് മിസലേനിയസ് റീഫണ്ട്? അല്ലെങ്കിൽ പല വക റീഫണ്ട് എന്നു പറയാം. അടുത്തത് ഫോമാണ്, വിട്ടു. അടുത്തത് 32ാമത്തെ ചോദ്യമാണ്. If any doubt arises as to the identity of the government servant by whom an account of such funds shall be rendered, it should be decided by whom? ഈ ഫണ്ടുകളുടെ കണക്ക് നൽകുന്ന സർക്കാർ ജീവനക്കാരൻ്റെ ഐഡന്റിറ്റി സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉയർന്നു വന്നാൽ അത് ആരാണ് തീരുമാനിക്കേണ്ടതെന്നാ ചോദ്യം. അത് തീരുമാനിക്കേണ്ടത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ സർക്കാർ എന്നാണ്. അപ്പോൾ നമ്മൾ അതിൽ ഒരു സംശയം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പറയാം. ഇപ്പം സർക്കാർ ജീവനക്കാരെ കൈകാര്യം ചെയ്യുന്നതോ സൂക്ഷിക്കുന്നതോ ആയ വിവിധ ഫണ്ടുകളുടെയോ അക്കൗണ്ടുകളുടെയോ കണക്കുകൾ ആരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും അവ്യക്തതയോ സംശയമോ ഉണ്ടായാൽ സർക്കാരാണ് അന്തിമമായി അത് ആര് ചെയ്യണമെന്ന് തീർപ്പ് കൽപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സർക്കാർ ജീവനക്കാർ കൈകാര്യം ചെയ്യുന്നതോ സൂക്ഷിക്കുന്നതോ ആയ വിവിധ ഫണ്ടുകളുടെയോ അക്കൗണ്ടുകളുടെയോ കണക്കുകൾ ആരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവ്യക്തത ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് അന്തിമമായിട്ട് ഇത് ആരാണ് ചെയ്യേണ്ടത്, ഈ കണക്കുകൾ ഫണ്ടുകളുടെ അക്കൗണ്ടുകളിലെ കണക്കുകൾ ആരാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അന്തിമമായി തീർപ്പ് കൽപ്പിക്കുന്നത് സർക്കാരാണ്. ഓക്കെ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ശരിയായ ട്രഷറികളുടെ
ശരിയായ പ്രവർത്തനത്തിന് സർക്കാരിനോട് ആരാണ് ഉത്തരവാദി? അത് ട്രഷറി ഡയറക്ടറാണ്. സംസ്ഥാനത്തിനോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടത് ട്രഷറി ഡയറക്ടറാണ്. ഡയറക്ടർ ഓഫ് ട്രഷറീസ് ആണ്. അടുത്ത ചോദ്യം. ജില്ലാ ട്രഷറികളുടെ പരിശോധന ഒരിക്കൽ നടത്താൻ ജോയിന്റ് ഡയറക്ടർക്ക് അധികാരമുണ്ട്. എപ്പോഴാ? 1 ഇയർ. ജോയിന്റ് ഡയറക്ടർ ജില്ലാ ട്രഷറി പരിശോധിക്കുന്നത് വർഷത്തിൽ ഒരു തവണ. ഒരു വർഷം പരിശോധന നടത്താൻ അധികാരമുണ്ട്. അടുത്ത അപ്പൻഡിക്സ് ആണ്, വിട്ടു. അടുത്തത് ഫോമാണ്, വിട്ടു. വീണ്ടും ഫോമാണ്. അടുത്ത ചോദ്യം. ഒരു ട്രഷറി ഓഫീസർ ആർക്കാണ് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് അയക്കേണ്ടത്? ട്രഷറി ഓഫീസർ ലാപ്സ്ഡ് ഡിപ്പോസിറ്റുകളുടെ സ്റ്റേറ്റ്മെന്റ് ആർക്ക് അയക്കണം? അക്കൗണ്ടന്റ് ജനറലിനാണ് അയച്ചു കൊടുക്കേണ്ടത്. ആൻസർ അക്കൗണ്ടന്റ് ജനറൽ. അടുത്ത ചോദ്യം. കേരള അക്കൗണ്ട് കോഡിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി ട്രഷറിയുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിന് ആരാണ് ഉത്തരവാദി? ട്രഷറിയുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിന് ഉത്തരവാദിത്വം ആർക്കാണ്? ട്രഷറി ഓഫീസർക്കാണ്. ആൻസർ ട്രഷറി ഓഫീസർക്കാണ്. അടുത്ത ചോദ്യം. ട്രഷറി ഡയറക്ടർ ഓരോ ജില്ലാ ട്രഷറിയും കുറഞ്ഞ ക്യാഷ് ബാലൻസ് പരിശോധിക്കേണ്ട എത്ര കാലത്തിനുള്ളിൽ ഒരിക്കലാണ്? 3 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ട്രഷറി ഡയറക്ടർ ഓരോ ജില്ലാ ട്രഷറിയിലെയും ക്യാഷ് ബാലൻസ് പരിശോധിക്കണം. 3 മാസത്തിലൊരിക്കൽ. അടുത്ത ചോദ്യം. ട്രഷറിയുടെ പണം കൈകാര്യം ചെയ്യുന്നതിന് ആരാണ് ഉത്തരവാദി? ഓർമ്മിക്കണേ, ട്രഷറിയുടെ പണം കൈകാര്യം ചെയ്യുന്ന സെക്ഷനാ. അതാരാ? ചീഫ് ട്രഷറർ ആണ്. ട്രഷറിയുടെ പണം കൈകാര്യം ചെയ്യുന്നതിന് മൊത്തത്തിൽ ഉത്തരവാദിത്വം അല്ല കേട്ടോ. പണം കൈകാര്യം ചെയ്യുന്നതിന് ഉത്തരവാദി എന്ന് പറയുന്നത് ചീഫ് ട്രഷറർ ആണ്. ചീഫ് ട്രഷറർ. അടുത്ത ചോദ്യം. സബ് ട്രഷറിയുടെ പ്രതിമാസ ക്ലോസിംഗ് ബാലൻസ് പരിശോധിച്ച് ഫലം ജില്ലാ ട്രഷറി ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് താഴെ പറയുന്ന തീയതികളിൽ ഏതാണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സബ് ട്രഷറിയുടെ പ്രതിമാസ മന്ത്ലി ക്ലോസിംഗ് ബാലൻസ്, അത് ഓർത്താൽ മതി. മന്ത്ലി ക്ലോസിംഗ് ബാലൻസ് പരിശോധിച്ച് ഫലം ജില്ലാ ട്രഷറി ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ്. അതേ മാസത്തിന്റെ അവസാനത്തെ ദിവസം തന്നെയാണ്. അതേ മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്. ആൻസർ അതേ മാസത്തിന്റെ അവസാനത്തെ ദിവസം. എന്താണ്? ദ മന്ത്ലി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദ സബ് ട്രഷറി ഷുഡ് ബി വെരിഫൈഡ് ആൻഡ് ദ റിസൾട്ട് റിപ്പോർട്ടഡ് ടു ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ. അതേ മാസത്തിന്റെ ലാസ്റ്റ് ഡേ ഓഫ് ദി സെയിം മന്ത്. ഓക്കെ. അടുത്ത ചോദ്യം ഫോമാണ്. അടുത്തത് അതും ടെക്സ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഡാഷ് എന്ന പ്രത്യേക ഉത്തരവ് കൂടാതെ അക്കൗണ്ടന്റ് ജനറൽ ട്രഷറിയിൽ അക്കൗണ്ടിൽ വെക്കുന്നതിന് മുമ്പ് ചെക്കുകൾ വഴി ഒരു ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ ആർക്കും അധികാരമില്ല. അതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി വ്യക്തമാകേണ്ടത്. നോ പേഴ്സൺ ഈസ് ഓതറൈസ്ഡ്. ചിലത് മലയാളം വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ ഇംഗ്ലീഷ് വായിക്കും. ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മലയാളം കൂടി നോക്കുക. ആൻസർ എഴുതുന്നതിന് മുമ്പ് കൺഫേം ചെയ്തിരിക്കണം. എന്നാൽ സമയം പോകാനും പാടില്ല. നോ പേഴ്സൺ ഈസ് ഓതറൈസ്ഡ് ടു ഡ്രോൺ on a treasury by means of checks without the special order of dash and before he has been placed in accordance with in account with the treasury by the accountant general. അപ്പോൾ അതിന്റെ വിശദീകരണം നമ്മൾ അർത്ഥം പറഞ്ഞാൽ, ഒരു സർക്കാർ വകുപ്പുകളോ ഉദ്യോഗസ്ഥരോ ട്രഷറിയിൽ നിന്ന് ചെക്ക് വഴി പണം പിൻവലിക്കണമെങ്കിൽ, ഒരു സർക്കാർ വകുപ്പുകളോ ഉദ്യോഗസ്ഥരോ ട്രഷറിയിൽ നിന്ന് ചെക്ക് വഴി പണം പിൻവലിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. അതൊന്ന്, അക്കൗണ്ടന്റ് ജനറൽ ബന്ധപ്പെട്ട വ്യക്തിയുടെയോ ഓഫീസിന്റെയോ പേരിൽ ട്രഷറിയിൽ ഒരു അക്കൗണ്ട് തുറന്ന് അത് പ്ലേസ്ഡ് ഇൻ അക്കൗണ്ട് വിത്ത് ദ ട്രഷറി ഉണ്ടായിരിക്കണം. രണ്ടാമത്, സർക്കാരിന്റെ പ്രത്യേക ഉത്തരവുണ്ടായിരിക്കണം. ചില പ്രത്യേക ഫണ്ടുകളോ പണമോ എടുക്കാൻ വേണ്ടി സർക്കാരിന്റെ പ്രത്യേക ഉത്തരവോ അനുവാദവും ആവശ്യമാണ്. ഇവ രണ്ടുമില്ലാതെ ആർക്കും ട്രഷറിയിൽ നിന്ന് ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ സാധ്യമല്ല.
ഇവിടെ നമ്മൾ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അത് അക്കൗണ്ടന്റ് ജനറലിന്റെ ഇവിടെ പറയാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ സർക്കാർ മാത്രമാണ്. സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ്, സർക്കാർ എന്ന അതോറിറ്റിയുടെ പ്രത്യേക ഉത്തരവ് കൂടാതെ ചെക്കിൽ നിന്ന് പണം എടുക്കാൻ, ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് ഇനിയും വിശദീകരിക്കണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ പിന്നെ സർക്കാർ പുതിയൊരു പദ്ധതിക്കായിട്ട് അല്ല ഒരു റോഡ് നിർമ്മാണത്തിനായിട്ട് ഒരു വകുപ്പിന് തുക അനുവദിക്കുന്നു. സർക്കാർ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വകുപ്പിന് തുക അനുവദിക്കുന്നു. അക്കൗണ്ടന്റ് ജനറൽ എന്ത് ചെയ്യുന്നു? ഈ തുക കൈകാര്യം ചെയ്യുന്നതിന് ആ വകുപ്പിന്റെ പേരിൽ ട്രഷറിയിൽ അക്കൗണ്ട് സെറ്റ് ചെയ്യും. എന്നാൽ ആ അക്കൗണ്ടിൽ നിന്ന് ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിച്ച് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? സർക്കാരിന്റെ പ്രത്യേക ഉത്തരവുണ്ടാകണം. ആ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ ആ വകുപ്പിന് ചെക്കുകൾ വഴി ട്രഷറിയിൽ നിന്ന് പണം മാറാൻ സാധിക്കൂ. ഇതാണ് ഈ പറഞ്ഞതിന്റെ ഉത്തരം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ശമ്പളത്തിനും അലവൻസുകൾക്കുമായി ചെക്ക് എടുക്കാൻ അനുമതിയുള്ള താഴെ പറയുന്ന വകുപ്പുകൾ ഏതാണ്? ശമ്പളത്തിന് അലവൻസും ചെക്ക് എടുക്കാൻ അനുമതിയുള്ള ബില്ല് കൊടുക്കണ്ട, ചെക്ക് വഴി എടുക്കാം. ട്രഷറി വകുപ്പ് പറ്റില്ല. വിദ്യാഭ്യാസം ബില്ല് കൊടുക്കണം. സഹകരണം ബില്ല് കൊടുക്കണം. ട്രഷറി വകുപ്പ് ബില്ല് വേണം. പൊതുമരാമത്ത് വകുപ്പ് ഓക്കെ. പൊതുമരാമത്ത് വകുപ്പിന് ചെക്ക് വഴി ശമ്പളത്തിനും അലവൻസും ഒക്കെ പണം എടുക്കാം. ആർക്കൊക്കെ എടുക്കാം? പൊതുമരാമത്തിനെടുക്കാം, വനത്തിനെടുക്കാം, പിന്നെ ആരോഗ്യ പിന്നെ എഞ്ചിനീയറിങ്, ഹെൽത്ത്, അതൊരു വകുപ്പുണ്ടല്ലോ, അതാണ് മറന്നുപോയി, അവർക്കും എടുക്കാം. അടുത്ത ചോദ്യം. ചെക്ക് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ എത്ര മാസത്തേക്ക് മാത്രമേ മൂല്യമുള്ളൂ? 3 മാസത്തേക്ക് അല്ലേ? ചെക്ക് ഇഷ്യൂ ചെയ്താൽ എത്ര മാസത്തേക്ക് അതിന്റെ മൂല്യം? വാലിഡിറ്റി 3 മാസമാണ്. എ ചെക്ക് ഷാൽ റിമെയിൻ കറണ്ട് ഓൺലി ഫോർ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ഡ്രോയിങ് ഓഫീസർക്ക് താൻ എടുത്ത ഒരു ചെക്ക് നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ലഭിക്കുമ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ആരെ അറിയിക്കണം? അങ്ങനെ ഒരു ചെക്ക് നഷ്ടപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ ഉടനെ ആരെ അറിയിക്കണം? ട്രഷറി ഓഫീസറിനെ അറിയിക്കണം. ആരെ? ഡ്രോയിങ് ഓഫീസർ. കാരണം ട്രഷറി വഴിക്കല്ലേ ആ ചെക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ട്രഷറി ഓഫീസറെ അറിയിച്ചാൽ മതി. അടുത്ത ചോദ്യം. ഒരു ട്രഷറി ഓഫീസർക്ക് ഒറ്റ അപേക്ഷയിൽ എത്ര ചെക്ക് ബുക്ക് നൽകാം? ഒറ്റ ചെക്ക് ബുക്ക്. ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ ഒരു ചെക്ക് ബുക്ക് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിലാണ് ഓരോ ഡിവിഷണൽ ഓഫീസറുടെയും ക്രെഡിറ്റ് ലെറ്ററുകൾ വകുപ്പ് മേധാവി, സർക്കിൾ ഓഫീസർമാർ, ഡിവിഷണൽ ഓഫീസർ, ജില്ലാ ട്രഷറി ഓഫീസർ എന്നിവർക്ക് പകർപ്പുകൾ സഹിതം നൽകുന്നത്? അപ്പോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകുന്നത് ആരാ? ഒറ്റ വാക്കിൽ അതേ ഉള്ളൂ ഉത്തരം. അപ്പൊ അത് ഡിവിഷണൽ ഓഫീസറുകളുടെയും മേധാവി, വകുപ്പ് മേധാവി, സർക്കിൾ ഓഫീസർമാര്, ഡിവിഷണൽ ഓഫീസർ, ജില്ലാ ട്രഷറി ഓഫീസർ എന്നിവർക്ക് പകർപ്പടക്കം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകുന്ന വകുപ്പ് ഏതാണ്? അത് ധനകാര്യ വകുപ്പാണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകുന്നത്. ഓർമ്മിച്ച് വെക്കണേ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും സ്പീഡിൽ കഴിഞ്ഞു. ഓക്കെ, 50 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.